ഖാലിദ് റഹ്മാൻ തന്ന രണ്ടാമത്തെ ജീവനായിട്ട് ഞാൻ കാണുന്നതിനെ. ഒരു ആർട്ടിസ്റ്റിനോ കാണണമെന്നോ അങ്ങനെ കാര്യങ്ങളൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. തീർച്ചയായിട്ടും ബഹുമാനമുണ്ട്. എന്ന് വെച്ചാൽ ഞാൻ അവരെ കണ്ടുകൊണ്ട് എനിക്ക് ആക്ച്വലി ചിലപ്പോൾ എനിക്കൊന്നും അവരോട് സംസാരിക്കാനില്ലാത്ത കാരണം ഉണ്ടായിരിക്കും. വാക്കുകളില്ല നസ്ലിനെ കുറിച്ച് പറയാൻ. എനിക്ക് ഭയങ്കര സ്നേഹമാണ്. ഇങ്ങനെ കുറേ പടങ്ങൾ ചെയ്തിടണം ഇതാക്കണമെന്നല്ല എനിക്ക്. ഞാൻ പറഞ്ഞില്ല, ഞാൻ ബെറ്റർ ആവണം എന്ന് മാത്രമേ ഉള്ളൂ. എനിക്ക് ആൾക്കാരും കണ്ട് ഇതാക്കണമെന്നില്ല, ആരും ബോധിപ്പിക്കാനും ഇല്ല. തൃശ്ശൂർ ഭാഷയൊക്കെ പോയിട്ട് കുറെ മച്ചാനെ കയറി വരുന്നുണ്ടായിരുന്നല്ലോ ഇടയ്ക്ക് കൊച്ചിക്കാരനായില്ലേ, കൊച്ചിക്കാറ്റടിച്ച് കുറെ ഇടി വാങ്ങി കൂട്ടിയെന്നുണ്ടെങ്കിലും ഒരൊറ്റ പഞ്ച് കൊണ്ട് മലയാളി മനസ്സിൽ കയറി പറ്റിയ ഒരാളാണ് എനിക്കൊപ്പം ഉള്ളത്. ഒരുപാട് സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു ഫ്രാങ്കോ. താങ്ക് യു. ഹായ്. ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഇടി വാങ്ങി കൂട്ടിയിട്ടല്ല, അതിക്ക് മുന്നേ ഒരു കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് മലയാളികളുടെ ഉള്ളിൽ കയറിയതാണ് ലിൻഡപ്പൻ എന്നുള്ള പേരിൽ അല്ലേ. ഇപ്പോൾ ഞാൻ ജിംഖാനനെ പറ്റിയിട്ടല്ല ആദ്യം ചോദിക്കുന്നത്, നമുക്ക് ലിൻഡപ്പൻ തുടങ്ങാമെന്ന് എനിക്ക് തോന്നുന്നു. അവിടെ നിന്നാണല്ലോ എല്ലാം തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പം എങ്ങനെയായിരുന്നു ലിൻഡപ്പനിലേക്ക് എത്തുന്നത്? അതുപോലെ തന്നെ ലിൻഡപ്പന് ശേഷം എങ്ങനെയാണ് ലൈഫ് ഒന്ന് മാറിയത്? ലിൻഡപ്പന് ശേഷം അങ്ങനെ മാറ്റമൊന്നും ഉണ്ടായിട്ടില്ല. ഞാൻ അതിലേക്ക് എത്തുന്നു എന്ന് പറയുന്നത് ഇതുപോലെ ഓഡീഷൻ പരിപാടി ഇങ്ങനെ ഒരു ക്ലിപ്പ് ഇങ്ങനെ അയച്ചു, റീൽ ഇങ്ങനെ അയച്ചു, ഗിരീഷേട്ടൻ കണ്ട് ആൾക്കത് അവിടെ നിന്ന് ഇങ്ങനെ സെലക്ട് ചെയ്തിട്ട് പിന്നെ നേരിട്ട് ഓഡീഷനായിരുന്നു. അവിടെ ചെന്നു, കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അങ്ങനെ കണക്ട് ആവുന്നതാണ് തണ്ണീർമത്തൻ. ശേഷം പിന്നെ കുറച്ച് സ്ട്രഗിളായിരുന്നു എന്ന് തോന്നുന്നു. ഇത്രയും ടൈമിൽ എൻ്റെ ഇത് 10ാമത്തെ പടം ജിംഖാന. പക്ഷെ ഒരു 10 പടം വേണ്ടി വന്നു ഇപ്പോൾ വീണ്ടും ഒന്ന് അല്ലേ ഒരു പേരിൽ. അപ്പം കിട്ടിയ എനിക്ക് ഓഫ് കോഴ്സ് ഇവിടെ ലിൻഡപ്പന് കിട്ടിയ ഒരു സ്വീകാര്യത ഉണ്ടെന്ന് തോന്നുന്നു. കുറേ പേര് അതും പറഞ്ഞിട്ടാണ് ഇത്ര നാൾ ലിൻഡപ്പനല്ലേ എന്ന് നമ്മൾ ആൾക്കാർ കാണുമ്പോഴായാലും പറയുന്നത്. പക്ഷേ ഇപ്പോൾ അത് കുറച്ച് മാറ്റമുണ്ടെന്ന്. ഇപ്പോൾ ചെറുതെന്നാണ് വിളിക്കുന്നത്. ചെറുതല്ലേ. എങ്കിലേ ഈ ഒരു നമ്മളിപ്പോൾ കഥാപാത്രത്തിൻ്റെ പേരിൽ ഇത്രയും സ്നേഹം കിട്ടുക എന്ന് പറയുന്നത് ഭയങ്കര അപൂർവമായിട്ട് ആക്ടേഴ്സിന് ഇതാവാറുള്ളൂ. ഇപ്പം 10 പടങ്ങൾ വെയിറ്റ് ചെയ്തു എങ്കിൽ പോലും ഈ ഒരു ആലപ്പുഴ ജിംഖാനയിലൂടെ അങ്ങനെ ഒരു ചെറുത് എന്നുള്ള കഥാപാത്രത്തിലൂടെ കിട്ടിയതിനെ എങ്ങനെയാണ് കാണുന്നത്? വളരെ സന്തോഷം. ഖാലിദ് റഹ്മാൻ തന്ന രണ്ടാമത്തെ ജീവനായിട്ട് ഞാൻ കാണുന്നതിനെ. എനിക്കൊരു പുതിയ ജീവൻ തന്ന പോലെ എനിക്ക് തോന്നി. ഞാൻ പടം ഫസ്റ്റ് ഡേ ഷോ കണ്ടു, വനിതയിൽ കണ്ടു. അപ്പോൾ നമുക്കറിയില്ല, ഒരു വൈകിട്ടായിപ്പോൾ ഒരു നൈറ്റ് ഒരു 8 മണിയൊക്കെ ആയപ്പോഴേക്കും നമുക്കൊരു വന്നു തുടങ്ങി. ചെറുതടിച്ച് ഇപ്പോൾ ഇത്രയും പേരിക്കുന്നുണ്ടെങ്കിലും ഓഫ് കോഴ്സ് ചെറുതിനൊരു സാധനം കിട്ടുന്നുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. നമുക്ക് വരുന്ന കമൻറ്റിൽ നിന്നായാലും എല്ലാത്തിൽ നിന്നായാലും അങ്ങനെ കുറേ ആൾക്കാർ വിളിക്കുന്നു, കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഒക്കെ എനിക്ക് ഭയങ്കര സന്തോഷം. അപ്പോഴാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഓക്കെ ഇത് ഏറ്റുണ്ട്. എനിക്ക് ഭയങ്കര ടെൻഷനൊക്കെ ചെയ്യുന്നത് എന്താ പരിപാടി എങ്ങനെ വരുന്നുള്ളതൊന്നും അറിയില്ല. ഈ ചെറുതിൻ്റെ പറഞ്ഞ പോലെ തന്നെ ചെറുതിന് വേണ്ടിയിട്ട് കുറേ ഫിസിക്കലി ഉള്ളൊരു കഷ്ടപ്പാടും ഉണ്ടായിട്ടുണ്ടാവില്ലേ? ഇപ്പം നിങ്ങൾ തന്നെ എന്ന് വെച്ചാൽ ചെറുത് ഓഫ് കോഴ്സ് ഇവരുടെ പോലെ അല്ലെങ്കിൽ നെസ്ലിൻ ലുക്കും അങ്ങനെ പറയുന്ന ആൾക്കാരുടെ പോലെ ബോഡി ബിൽഡ് ചെയ്ത് വന്ന് അടിച്ചുണ്ടാക്കുന്നതല്ല. അയാളുടെ ഒരു ഇതിൻ്റെ പുറത്ത് എന്താ പറയുക പവറായിരിക്കാം എന്താണെന്നറിയില്ല, ഒരു സാധനത്തിൻ്റെ പുറത്ത് അടിച്ചു മേടിക്കുന്നത് ഫൈറ്റാണ്. അത് ശരിക്കും ഭയങ്കര അഗ്രസീവായിട്ട് ഭയങ്കര ഇതായിട്ടുള്ളൊരു ഫൈറ്റാണ്. അയാളുടെ വാശിയാണ്. അതിൻ്റെ പുറത്ത് ഇടിച്ചു മേടിക്കുന്നതായിട്ടാണ്. അതായത് നമ്മൾ ബോക്സിങ് പഠിച്ചായിരുന്നു. ഈ ജേണിൽ ഒരു 6 മാസത്തോളം നമ്മൾ ട്രെയിൻ ചെയ്തായിരുന്നു ബോക്സിങ് പരിപാടി. അതിൻ്റെ ആറ്റിറ്റ്യൂഡും പരിപാടിയും അല്ലെങ്കിൽ ഈ സാധനങ്ങളൊക്കെ കിട്ടാനായിട്ട് അത് വേണ്ടി വന്നായിരുന്നു. അങ്ങനെ ട്രെയിൻ ചെയ്തായിരുന്നു. നമുക്ക് ഫ്രാങ്കോ എന്ന് തുടങ്ങാമല്ലേ? ഫ്രാങ്കോ ഈ പറഞ്ഞ പോലെ ഫ്രാങ്കോ ആരാണ് എന്താണെന്ന് ആൾക്കാർക്ക് അങ്ങോട്ട് ഈ ചെറുത് ലിൻഡപ്പനൊക്കെ എല്ലാവർക്കും പരിചയമില്ല. പക്ഷേ ഫ്രാങ്കോ ആരാണ് എന്താണെന്നുള്ളത് ആൾക്കാർക്ക് അത്രയ്ക്ക് അങ്ങോട്ട് പരിചയമില്ല എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അപ്പം ചാലക്കുടിക്കാരനാണ്. തൃശ്ശൂർ ചാലക്കുടിയാണ്. ഞാൻ പഠിച്ചതൊക്കെ അവിടെയാണ്. +2 കഴിഞ്ഞ് ഇങ്ങനെ ഇറങ്ങിയതാണ് ഇതിലേക്ക്. ഈ പറഞ്ഞ പോലെ +2 കഴിഞ്ഞ് ഇറങ്ങിയെന്ന് പറഞ്ഞു. അപ്പം സിനിമ എന്നുള്ള സാധനം എപ്പോഴായിരിക്കും മനസ്സിൽ കയറിയിട്ടുണ്ടാവുക? ഈ +2 കഴിഞ്ഞിരിക്കുന്ന ഒരു ഗ്യാപ്പ് ഉണ്ടായിരുന്നു. ഞാൻ ഒരു 1 ഇയർ ഗ്യാപ്പ് എടുത്തുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ ഇരുന്നപ്പോൾ വെറുതെ തോന്നിയതാണ് എന്നാൽ പിന്നെ ഇത് പിടിച്ച് നോക്കിയാലോ എന്നുള്ള. ഞങ്ങളുടെ ലൂമിയാറിലൊക്കെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഡയറക്ഷൻ പഠിച്ചാലോ എന്നുള്ള പരിപാടിയൊക്കെ ആയിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും പഠിച്ചാലോ എന്നുള്ള പരിപാടിയൊക്കെ ആയിട്ട് ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് തന്നെ വെറുതെ ഇങ്ങനെ ഓഡിഷൻ പോയി നോക്കി ഒരു 5-10 പോയിട്ടുണ്ടെന്ന് തോന്നേ. തണ്ണീർമത്തൻ ദിനങ്ങൾക്ക് മുമ്പ് പോയിട്ടുണ്ട്. അങ്ങനെയാണ് തണ്ണീർമത്തൻ ലോക്കാവുന്നതും. പിന്നെ അവിടെ നിന്ന് അതിൻ്റെ പിന്നാലെ അങ്ങനെ പോവാം എന്ന് തോന്നി. ഒരു കുഴപ്പമില്ല, രസമുണ്ട് ആ പരിപാടി എന്ന് തോന്നി. പിന്നെ സിനിമ പണ്ടേ ഇഷ്ടമാണ്. നിങ്ങൾക്ക് അതിലുണ്ടാവുമല്ലോ ഓക്കെ ഒരു ഹൈ മൂമെൻ്റ് ഒരു സിനിമയിൽ തിയേറ്ററിൽ നിന്നാണ് നമുക്ക് അതിലുള്ളിലൊരു എനിക്ക് പറ്റിയിരുന്നെങ്കിൽ എന്നുണ്ടാവുന്ന സാധനത്തിൽ നിന്നൊക്കെ ഉണ്ടായതായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ ഈ കണ്ട പടങ്ങളും പഴയ ആൾക്കാരും അതൊക്കെ ആയിരിക്കും. ചാലക്കുടി എന്ന് കേൾക്കുമ്പോൾ നമുക്ക് ആദ്യം വരിക മൺചേട്ടനാണ്. മൺചേട്ടൻ ഇതുപോലെ ഒരു സിനിമ എന്നുള്ള സംഭവത്തിന് പ്രചോദനമായിട്ടുണ്ടോ? ഓഫ് കോഴ്സ്. പാട്ടുകൾ കുറച്ചും കൂടിയും ഇതുണ്ട്. നമുക്ക് ചാലുള്ള ആയതുകൊണ്ട് തന്നെ നമ്മൾ ഒരുപാട് പരിപാടികളുണ്ട്. ഞാൻ ചൗക്ക് സ്കൂളിൽ പഠിച്ചായിരുന്നു. ഞാൻ ചാലക്കുടിയിൽ നിന്ന് കുറച്ച് 3 കിലോമീറ്റർ ഉള്ളിലേക്ക് കയറിയിട്ട് ചൗക്കാന്ന് പറഞ്ഞ ഒരു സ്കൂൾ 7 വരെ. അപ്പോൾ അവിടെ ആൾ വന്നിട്ടുണ്ട്. ഞാൻ ഫസ്റ്റ് കാണുന്നതൊക്കെ അവിടെ വെച്ചാൽ. അപ്പോൾ ഞാൻ ആദ്യമായിട്ട് കാണുന്ന ഒരു സിനിമ നടനായിട്ടൊക്കെയാണ് എനിക്ക്
ഫീൽ ചെയ്തിട്ടുള്ളത്. അപ്പോൾ മണിച്ചേട്ടൻ ഭയങ്കരമായിട്ട് ഉണ്ട് നമുക്ക്. ഞാൻ കേട്ടാൽ എപ്പോഴും കേൾക്കുന്നത് 100 ദിവസം ബെൻ ജോൺസൺ ചാലുകൾ സുരഭിയിൽ ഓടി ഉണ്ടെന്ന. അത് ഇന്നില്ല തോന്നുന്നു. അത് ഭയങ്കര പരിപാടിയായിട്ടൊക്കെ എനിക്ക് തോന്നിയിട്ടുണ്ട്. സിനിമ എന്ന് പറഞ്ഞാൽ ഇറങ്ങി പുറപ്പെടുമ്പോഴേ നമ്മളിപ്പോൾ ഈ സിനിമ എന്നൊക്കെ പറയുന്നത് ഒന്ന് ക്ലിക്കാവാൻ വേണ്ടിയിട്ട് ഭയങ്കര ഭാഗ്യവും കൂടെ വേണ്ട ഒരു ഫാക്ടർ. ഹാർഡ് വർക്കും വേണം, ഭാഗ്യവും വേണം. അപ്പം എവിടുന്നെങ്കിലും ഒരു വേണ്ട പഠിക്കാൻ പൊക്കൂടെ അല്ലെങ്കിൽ ഒരു ജോലിക്ക് പൊക്കൂടെ അങ്ങനത്തെ സംഭവം കേട്ടിട്ടുണ്ട്. ഞാൻ എവിടുന്നോ കേട്ടിട്ടുണ്ട്. ഗൾഫ് പോകണോ അതോ സിനിമ വേണോ? ഞാൻ ഇതുപോലെ ഈ ഓഡിഷൻ പോയി കൊണ്ട് നടക്കുന്ന സമയത്ത് തീരുമാനിച്ചതാണ്. എന്നാൽ പിന്നെ ഇങ്ങോട്ട് പോവാമെന്നുള്ള പരിപാടി. നമ്മുടെ ഒരു പാപ്പനുണ്ട് എന്ന് വെച്ചാൽ നമ്മുടെ ഒരു അച്ഛൻ എന്ന് പറയുന്ന അമ്മയുടെ ആങ്ങളിയുണ്ട്. അപ്പോൾ ആളിങ്ങനെ അങ്ങോട്ട് കയറി പോരെ എന്നുള്ള പഠിക്കാൻ വലിയ താല്പര്യമൊന്നും ഉണ്ടായില്ല അച്ഛനെ. അത് ശരി. അപ്പോൾ ഞാൻ ഇങ്ങനെ അങ്ങോട്ട് പോകാമെന്നാൽ പിന്നെ കുഴപ്പമില്ല, അങ്ങോട്ട് പോവാം, വീട്ടുകാർ വാങ്ങിച്ചാൽ നീ അങ്ങോട്ട് വിട്ടോ എന്നുള്ള മൂടായി. അപ്പോൾ ഞാൻ ഓക്കെ പോവാം. ഞാൻ തന്നെ പോയി എല്ലാ പരിപാടിയും റെഡിയാക്കി വിസ എടുത്ത് എൻ്റെ പാസ്പോർട്ടിൽ ഇപ്പോഴും ഉണ്ട് അടിച്ചത്. അപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ അങ്ങനെ ചാലുകൾ അക്ബർ ട്രാവൽസിൻ്റെ ഫ്രണ്ടിൽ ഞാൻ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് അൻവിൻ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ നിന്ന് ചോദിക്കാൻ, ഞാൻ വീട്ടിലേക്ക് വിളിച്ചിങ്ങനെ ചോദിക്കുകയാണ്. ഞാൻ അല്ല ഗിരീഷനെ വിളിക്കുകയാണ്. ഗിരീഷ ഞാൻ നിൽക്കണോ പോകണ്ടേ? അപ്പോൾ ഇതിൻ്റെ തണ്ണീർമത്തിൻ്റെ ഈ വർക്ക്ഷോപ്പും പരിപാടിയൊക്കെ നടക്കുന്നുണ്ട്. ഓഡിഷനൊക്കെ കഴിഞ്ഞതിന് ശേഷം വർക്ക്ഷോപ്പ് പരിപാടി ബോയ്സ് പരിപാടി പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഇത് ഓക്കെ ആയി. ഇനിയിപ്പോൾ അങ്ങോട്ട് പോകണോ ഇത് പിടിക്കണോ എന്നുള്ള ഡൗട്ടിൽ നിൽക്കുന്ന സമയത്ത് ഞാൻ അങ്ങനെ വിളിച്ച് ചോദിച്ചു. അക്ബറിൻ്റെ പറഞ്ഞിട്ട് എനിക്ക് കയറിപ്പോകാൻ 2 ദിവസം അങ്ങോട്ട് ഉള്ളൂ. അപ്പോൾ ഞാൻ ഇങ്ങനെ വിളിച്ച് ചോദിച്ചു, ഗിരീഷ ഞാൻ എന്തിട്ട് ചെയ്യണ്ടേ, ഞാൻ നിൽക്കണോ പോകണോ? ചെറിയൊരു പരിപാടിയായിട്ട് ഞാൻ ഇതിന് വേണ്ടി കളഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ കുറേ പേരെ വെറുപ്പിക്കേണ്ടി വരും. എൻ്റെ ഫാമിലീനെ വെറുപ്പിക്കേണ്ടി വരും, ഇവരെ വെറുപ്പിക്കേണ്ടി വരും. ഗിരീഷ പറഞ്ഞു നീ നിന്നോ എന്ന് പറഞ്ഞു. ഓക്കെ എന്ന് പറഞ്ഞു. ഞാൻ പിന്നെ അടുത്ത വിളി എൻ്റെ വീട്ടിലേക്ക് വിളിച്ച് ഞാൻ അമ്മേനെ വിളിച്ച് പറയുമ്പോൾ അവർ റെസ്പോണ്ട് ചെയ്യുന്നില്ല എൻ്റെ അടുത്ത്, ഒന്നും മിണ്ടുന്നില്ല. ഞാൻ ഓക്കെ ഞാൻ ആ തീരുമാനം എടുത്തു. ഇത് മതി, അത് വേണ്ട, സിനിമ മതി എന്നുള്ള തീരുമാനം എടുക്കുന്നു. അങ്ങനെ അതിലേക്ക് തന്നെ കയറി. പക്ഷേ എങ്കിലപ്പോൾ പറഞ്ഞല്ലോ അമ്മയ്ക്ക് അതൊരു ഉള്ളിൽ വിഷമമായിട്ടുണ്ടാവും. ലൈക്ക് ഞാൻ ചെല്ലുമ്പോൾ എൻ്റെ അമ്മ ഹോളിൽ ഇങ്ങനെ കിടന്ന് വിഷമിച്ച് കിടക്കാണ്. ഭയങ്കര ഡാർക്കാണ് അത്. ഞാൻ കാണുന്ന വിഷ്വൽ അത് ഭയങ്കര ഡാർക്കാണ്, എനിക്ക് ഇപ്പോഴും അറിയാം. പക്ഷേ ഓഫ് കോഴ്സ് രണ്ട് കുറച്ച് ദിവസമൊക്കെ മിണ്ടാതൊക്കെ ഇരുന്നു, കാര്യങ്ങളൊക്കെ പോയി. അപ്പോഴേക്കും ഞാൻ ഇതിൻ്റെ പരിപാടിയായിട്ട് കയറി ഷൂട്ടിന് പോയി. അപ്പോൾ കാണാണ്ടായപ്പോൾ അവർ വിളിച്ചു. അപ്പോൾ വീണ്ടും കണക്റ്റായി. അപ്പം അങ്ങനെ പരിപാടിയൊക്കെ പോയി. പിന്നെ പടം ഇറങ്ങി കഴിഞ്ഞപ്പോൾ എല്ലാവരും പറയുന്ന ഓക്കെ ഇവൻ കൊള്ളാം എന്ന് പറയുന്ന സാധനങ്ങൾ അമ്മയുടെ ചെടിയിലെത്തുന്നു. അങ്ങനെ ആൾക്കാർ മൊത്തം പറയുമ്പോൾ അവർക്കുണ്ടാവുന്ന മൊത്തം ഫാമിലിക്കും കിട്ടുന്ന ഒരു സന്തോഷത്തിൻ്റെ പുറത്ത് ഞാൻ അതിജീവിച്ച് പോന്നു. പിന്നെ അതിന് ശേഷം അവർ നോ പറഞ്ഞിട്ടില്ല അല്ലേ? വീണ്ടും സിനിമ തന്നെയാണ്. ഇതിപ്പോൾ കുറച്ച് നാളായിട്ട് ഒരു നോ. ഇപ്പം 5 വർഷം കണ്ടായിരുന്നു, 5-6 വർഷം കണ്ടായി. ഇനി എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ പറയും നിൽക്ക്, ഇതും കൂടി ഉണ്ട്, വെയിറ്റ് ചെയ്യാം നമുക്ക് എന്നുള്ള പരിപാടിയിൽ നിന്നു. ഇപ്പം ഇത് കിട്ടിയപ്പോൾ ഇതിപ്പോൾ ഈ പറഞ്ഞ ഹൈ തന്നെയോട് കിട്ടുന്നത്. അതെ, സത്യം. അപ്പം ഇനി ഇത് അങ്ങനെ കൊണ്ടുപോകാം. ഇപ്പോൾ അവർ ഹാപ്പിയാണ്, എല്ലാവരും ഹാപ്പിയാണ്, ഫാമിലി എല്ലാവരും പോയി പടം കണ്ടു. ഈ തണ്ണീർമത്തനപ്പം വീട്ടിൽ നിന്ന് എല്ലാവരും പോയി കണ്ടിട്ടുള്ളത്? എല്ലാവരും പോയി കണ്ടിട്ടുള്ളതാണ്. ആ ഒരു ഫസ്റ്റ് മൊമെന്റ് എങ്ങനെയായിരുന്നു? അടിപൊളിയായിരുന്നു, ഭയങ്കര സന്തോഷമായിരുന്നു. അവർക്കും ഭയങ്കര, എൻ്റെ ഫാമിലി എല്ലാവരും പോയി കണ്ടായിരുന്നു. അത് ഞാൻ എല്ലാവരും കൂടിയും കൊണ്ടുപോയി. ഞാൻ ഇവിടെ പത്മയിലായിരുന്നു ഫസ്റ്റ് ഷോ. ഫസ്റ്റ് ഷോ പത്മയിലുണ്ട് ക്രൂവിൻ്റെ ഒപ്പം. അത് കഴിഞ്ഞിട്ട് നേരെ ഞാൻ വൈകിട്ട് അവിടേക്ക് ടിക്കറ്റ് പറഞ്ഞ്. എവിടെ? നാട്ടിൽ ഹൗസ്ഫുള്ളാണ്. ഞാൻ ചോദിക്കും ടിക്കറ്റിന് വിളിച്ച് ചോദിക്കാം. ഓക്കെ എന്നിട്ട് എനിക്ക് അവരെടുത്ത് തന്നു. അവർ DC മാസിൽ എനിക്ക് ടിക്കറ്റ് തന്നു. അങ്ങനെ പോയി കണ്ട എല്ലാവരും ഹാപ്പി ആയിരുന്നു. എന്തായിരുന്നു ഒരു ഫസ്റ്റ് മൊമെന്റ്? അതായത് ലിൻഡപ്പനെ സ്ക്രീനിൽ കാണുകയാണ്, ഫസ്റ്റ് സ്ക്രീനിൽ കാണുകയാണ്. എനിക്കുണ്ടായ ഇതാണോ? ഇപ്പം ഫ്രാങ്കോയ്ക്ക് സ്വാഭാവികമായിട്ട് പത്മ തിയേറ്റർ പറഞ്ഞാൽ കിട്ടിക്കാണും അല്ലെ? ഒരു സാധനം കൈ അടിച്ചിട്ടുണ്ടാവും, ഒക്കെ ഉണ്ടാവും, ഉള്ളിൽ ഭയങ്കര ഉണ്ടാവും. പക്ഷെ ഫാമിലിക്ക് ഉണ്ടായൊരു സാധനം ഉണ്ടല്ലോ, സന്തോഷമായി. നമ്മളുടെ കണ്ണൊക്കെ നിറഞ്ഞു പോയായിരുന്നു. ഭയങ്കര സന്തോഷമായിരുന്നു. അതെ. ഈ വീട്ടിലാരോടൊപ്പം കഥയൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല അല്ലേ? ഇല്ല, ഒന്നും പറഞ്ഞിട്ടൊന്നുമില്ല. അങ്ങനെ പോയി. പിന്നെ അവർക്കത് മറ്റേതിന്ന് അവർ ആയി വരാനായിട്ടുള്ള സമയം എനിക്കൊന്നും പറയാൻ വോയിസ് ഒന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ ഞാൻ എന്ത് പറയാനാണ്? ഇവർ ഇത്രയും കഷ്ടപ്പെട്ട് അല്ലെങ്കിൽ ഇത്രയും കാണിച്ചു തന്നിട്ട് ഞാൻ കൊണ്ട് കളഞ്ഞിട്ട് പിന്നെ ഞാൻ എന്ത് ന്യായം പറഞ്ഞാലും എനിക്കതിന് ഒരു ഇതുണ്ടെന്ന് തോന്നിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ സഹിക്കുക, അത് എന്തെങ്കിലും മാറും
എന്നുള്ളതാണ്. അപ്പോൾ അതിങ്ങനെ മാറി. ഇപ്പം പറഞ്ഞല്ലോ വീട്ടിൽ നിന്നും സമ്മതം ഇല്ലാണ്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത് ചെയ്യുമ്പോൾ ഡൗട്ട് ഉണ്ടായിരുന്നു ഇതിനെ ആൾക്കാരെ ഏറ്റെടുക്കുമോ? കാരണം കൂടുതലും പിള്ളേരുടെ സിനിമയാണ് സ്വാഭാവികമായിട്ടും. പുതിയ ആൾക്കാർ കാര്യങ്ങൾ എങ്ങനെ എടുക്കും, ഒരു സ്റ്റാർ ഇല്ലാത്ത പടം കാര്യങ്ങൾ. പിന്നെ ഉള്ളത് വിനീത് ശ്രീനിവാസൻ എന്ന് പറയുന്ന ആർട്ടിസ്റ്റാണ്. ആളുണ്ട്, പക്ഷേ ആള് മാത്രമായിരിക്കും ഒരു വിധം ആൾക്കാർ ഇതാക്കുന്ന പരിപാടി. പക്ഷേങ്കിൽ എന്നാൽ പോലും നമുക്കറിയില്ല, പുതിയൊരു ഡയറക്ടറാണ്, കാര്യങ്ങളാണ്. നമുക്കാണെങ്കിൽ ഒന്നും അറിയില്ല സിനിമയെക്കുറിച്ച്. ന്യൂ കമറായിട്ട് കയറി ചെല്ലുന്നു എന്നുള്ള ആഗ്രഹത്തിൻ്റെ പുറത്ത് മാത്രം കയറി ചെല്ലുന്ന ആൾക്കാരാണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ റിസൾട്ട് എങ്ങനെ വരും എന്നുള്ളതിനെക്കുറിച്ച് ഭയങ്കര ടെൻഷൻ തന്നെയായിരുന്നു. ബട്ട് അത് ഭയങ്കര അടിപൊളിയായിട്ട് അടിച്ചു എന്നുള്ളതാണ്. തിരിച്ച് ദൈവം എന്തോ തന്നു. ഈ ഇലിൻ്റെപ്പൻ്റെ കുറേ കൗണ്ടേഴ്സും പിന്നെ ഗജനി സീനൊക്കെ അല്ലേ ഇപ്പോഴും ഉണ്ടായിരുന്നു ആ സമയത്ത്. കുറച്ച് കയ്യിൽ നിന്നിട്ട സാധനങ്ങൾ എന്തെങ്കിലും ഉണ്ടായിരുന്നു? അതോ പക്ക ഗിരീഷ് ഷേഡി സാധനം തന്നെയായിരുന്നു? ഗിരീഷ് ഷേഡി സാധനങ്ങളുണ്ടായിരുന്നു, നമ്മുടെ നിന്നുള്ള ഐറ്റംസ് ഉണ്ടായിരുന്നു. അങ്ങനെ ആയിട്ടുള്ളൊരു പരിപാടിയായിരുന്നു അത്. നമ്മുടെ അടുത്ത് പറയും ആള്, നീ അതൊന്നും ചെയ്ത് കാണിച്ചെന്ന് പറയുമ്പോൾ അതിൽ വേണ്ടാത്തുണ്ടെങ്കിൽ ആൾ മാറ്റും, അല്ലെങ്കിൽ ആ കുഴപ്പമില്ല വിട്ടോ അതെന്നെ പോട്ടെ എന്ന് പറയുന്ന പരിപാടിയായിരുന്നു. എനിക്ക് തോന്നുന്നു ആ ടൈമിൽ ഒരേ ഏജിലുള്ള ആൾക്കാരായിരിക്കില്ലേ നിങ്ങൾ എല്ലാവരും ഉണ്ടായിരുന്നത്? എല്ലാവരും ഒരുവിധം ഒരു സെയിം ഏജ് ഉണ്ടായിരുന്നു. അപ്പം സ്കൂൾ കാലഘട്ടം കഴിഞ്ഞിറങ്ങിയ വഴിക്ക് തന്നെയല്ലേ ഇപ്പൊ ഈ ഒരു ഉണ്ടായിരുന്നു. അപ്പം വലിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ലല്ലോ? അല്ലെങ്കിലും നമുക്ക് ഇത്രയും ഒരു ഈ പറയുന്ന കുറച്ച് ദിവസം ഉണ്ടായിരുന്നു. അത് ഭയങ്കര. പിന്നെ ഞങ്ങൾ എല്ലാവരും കൂടി ഒരു റൂമിലായിരുന്നു. ഒരു 8 ബെഡ്, ഒരു വലിയൊരു റൂം. അപ്പോൾ എല്ലാവരും ഷൂട്ട് കഴിഞ്ഞാലും അല്ലാത്ത സമയത്തൊക്കെ ഇങ്ങനെ ഭയങ്കര കണക്ഷനായിരുന്നു. അതുകൊണ്ട് അങ്ങനത്തെ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ല, അടിപൊളിയായിരുന്നു. ഈ തണ്ണീർമത്തൻ ദിനങ്ങളിൽ ഒരുമിച്ച് തുടങ്ങിയ ആൾക്കാരൊക്കെ ഇപ്പം എന്താ പറയുക, സിനിമയിൽ ഓരോരോ മേഖലകളിൽ, അല്ലെങ്കിൽ ഓരോ മേഖലകളല്ല, അഭിനയത്തിൽ തന്നെ തിളങ്ങി നിൽക്കുന്ന ഒരു സംഭവമാണ്. ഇപ്പോൾ മാത്യു ആവട്ടെ, നസ്ലിൻ ആവട്ടെ, അനശ്വര ആവട്ടെ, ഇപ്പോൾ അതെ ഫ്രാങ്കോ ആവട്ടെ. അപ്പോൾ എല്ലാവരും അങ്ങനെ. ഇപ്പോൾ ഗിരീഷേട്ടനാണെങ്കിലും അതെ ഹിറ്റടിച്ച് മുന്നോറിക്കൊണ്ടിരിക്കുക. ഇത് കാണുമ്പോൾ ഉള്ളൊരു ഫീൽ എന്താ? സന്തോഷം, ഭയങ്കര സന്തോഷം. എല്ലാവരും വളരുന്നു എന്നുള്ളതിൽ വളരെയധികം സന്തോഷം. നമ്മളെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇപ്പോഴും എനിക്ക് തോന്നുന്നു കുറേ പേരൊക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നമ്മൾ വിളിച്ച് നോക്കി, അല്ലെങ്കിൽ നമ്മൾ ഒരു പൊട്ട ഡിസിഷൻ എടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ നമുക്കൊരു സബ്ജക്റ്റ് വരുന്നുണ്ടെങ്കിൽ നമ്മൾ അവരെ വിളിച്ച്, അവരുള്ള പടമാണെങ്കിൽ നമ്മൾ അവരെ വിളിച്ച് ചോദിക്കുന്നു. അപ്പോൾ അവർ അതിന് ചിലപ്പോൾ നമുക്ക് സ്ക്രിപ്റ്റ് കിട്ടിയിട്ടുണ്ടാവില്ല. അവർ നമുക്ക് അതിൻ്റെ പിടിക്കണ്ടേ എന്നുള്ളൊരു തീരുമാനം തരുന്നതും അല്ലെങ്കിൽ അങ്ങനെ ഹെൽപ്പ് ചെയ്യുന്നതൊക്കെ ചെയ്യുന്നുണ്ട് ഇപ്പോഴും ഭയങ്കരമായിട്ട്. ഫ്രാങ്കോ അങ്ങനെ ആരുടെയെങ്കിലും ഇപ്പം സജഷൻസ് ചോദിക്കാറുണ്ടോ പിന്നെ ഫിലിം വരുന്ന സമയത്ത്? അതോ സെൽഫായിട്ട് ഡിസിഷൻ എടുക്കുക തന്നെയാണോ? ഞാൻ കൂടുതലും അധികാരം ഞാൻ ബുദ്ധിമുട്ടിക്കാത്ത ഒരാളാണ്. ഞാൻ അധികം വിളിക്കില്ല, എന്നെ ഇങ്ങോട്ട് വിളിച്ചാൽ മാത്രം എടുക്കുന്ന ഒരാളൊക്കെയാണ് ഞാൻ. എനിക്ക് പക്ഷേ എല്ലാവർക്കും അറിയാം ഞാൻ ഇങ്ങനത്തെ ഒരാളാണെന്നുള്ളത്. അവർക്കൊക്കെ അറിയാം, എൻ്റെ കൂടെയുള്ളവർക്ക് അറിയാം. അതുകൊണ്ട് ഞാൻ എപ്പോൾ വിളിച്ചാലും അവർ എനിക്ക് ഉള്ള ഒരു സ്ഥാനം ഉണ്ട്, അല്ലെങ്കിൽ ആ ഒരു സ്നേഹമുണ്ട് എന്ന് തോന്നുന്നു. എനിക്കത് പറയാറുണ്ട്. 5 വർഷം 10 സിനിമകളുടെ ഒരു കാര്യം പറഞ്ഞല്ലോ. ഇപ്പോൾ ഈ 10 സിനിമകളിൽ പറഞ്ഞ പോലെ ചെറിയ വേഷങ്ങളായിരിക്കാം, വലിയ വേഷങ്ങളായിരിക്കാം, പക്ഷേ ശ്രദ്ധിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. ആ സമയത്ത് നിരാശയോ അങ്ങനെ എന്തെങ്കിലും വന്നിട്ടുണ്ടായിരുന്നോ? ഇല്ല, ഞാൻ ഇങ്ങനെ അടിക്കും, എവിടെയെങ്കിലും പറഞ്ഞാൽ അടിക്കും എന്നുള്ളത് തന്നെ. പിന്നെ ഓഫ് കോഴ്സ് വേറെ നിവൃത്തിയില്ല മച്ചാൻ, ഇതാന്ന് പറഞ്ഞിട്ട് ഇറങ്ങിയിട്ട് പിന്നെ ഇനി എന്ത് വേറെ ഒരു തിരിഞ്ഞു പോകാനോ കാര്യങ്ങൾക്കൊന്നും നോക്കുന്നൊന്നുമില്ല. എവിടെയെങ്കിലും ഒരു സാധനം ഉണ്ടാവും, വെയിറ്റ് ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ എനിക്ക് തോന്നുന്നു ഞാൻ ചെയ്തിട്ടുള്ളത് എനിക്ക് അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഡയറക്ടേഴ്സിൻ്റെ കൂടെയാണ് എന്നുള്ള ഒരു വിശ്വാസമുണ്ട് എനിക്ക്. അതിലെനിക്ക് ചെറുതായാലും വലുതായാൽ പോലും ഓഫ് കോഴ്സ് ഞാൻ അതിൽ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആണ്, സന്തോഷവാനാണ്. അവരുടെ കൂടെ വർക്ക് ചെയ്യാൻ. ഞാൻ പ്രേം സാറിൻ്റെ കൂടെ കൊറോണ പേപ്പേഴ്സിൽ ചെറിയൊരു പരിപാടി ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്നെ വിളിക്കുമ്പോൾ പറയുന്നത് പ്രേം സാറിൻ്റെ പടമാണ്, അല്ല 97ാമത്തെ പടമാണെന്ന് പറയണേ. അതിൽ എന്ത് ചെയ്താലും കുഴപ്പമില്ല വെച്ചാൽ, നടന്നു പോയാലും കുഴപ്പമില്ല എന്ന് വിചാരിക്കുന്ന ആളാണ്. അയാൾ നമ്മൾ കാസ്റ്റ് ചെയ്യാന്ന് പറയുന്നത് തന്നെ ഓഡിഷൻ ചെയ്തിട്ടാണ് എന്നെ കാസ്റ്റ് ചെയ്യുന്നത്. ഭയങ്കര രസമുള്ള. അതുകൊണ്ട് തന്നെ ഇത് ചെറുത് വലുതെന്നുള്ള സാധനം ഞാൻ എടുക്കുന്നില്ല. ഞാൻ ഓക്കെ ആവുന്നുണ്ടോ, അല്ലെങ്കിൽ ഞാൻ ആരുടെ കൂടെ വർക്ക് ചെയ്യുന്നത് എന്നുള്ള പരിപാടി. ഓഫ് കോഴ്സ് അതാണ്. ഇപ്പം തൃശ്ശൂർ ഭാഷയൊക്കെ പോയിട്ട് കുറെ മച്ചാനെ കയറി വരുന്നുണ്ടായിരുന്നല്ലോ ഇടയ്ക്ക്. കൊച്ചിക്കാറ്റടിച്ചു. ഇത് തന്നെയാണോ അവിടെയുള്ള നാട്ടിൽ പോയാലും ഇങ്ങനെ ഉണ്ടോ? അതോ? ഇല്ല, സ്നേഹമാണ് ശരിക്കും പറഞ്ഞത്. അച്ഛൻ വിളിക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഞാൻ ആരോടും അങ്ങനെ പറയില്ല. എനിക്ക് സ്നേഹം, അല്ലെങ്കിൽ നമുക്കൊരു ഇത് കിട്ടണം, അല്ലെങ്കിൽ നമുക്ക് അയാളോട് ഇതുണ്ടായിരിക്കണം, അങ്ങനെയൊക്കെയാണ് അത് വരുള്ളൂ. അല്ലാണ്ട് അങ്ങനെ വരുന്നില്ല. അതെ. അപ്പോൾ വീട്ടിൽ തനി തൃശ്ശൂർ തന്നെയാണല്ലോ? ചാലക്കുടി തന്നെയാണ്. തൃശ്ശൂരിലെ ചാലക്കുടി. ചാലക്കുടി ആയിരിക്കും. അവിടുത്തെ ആൾക്കാരെ സപ്പോർട്ട് എങ്ങനെയാ? കുറെ ഫ്രണ്ട്സ് ഉണ്ടാവില്ലേ, കുറെ നാട്ടുകാര്? എനിക്ക് തോന്നുന്നു ചാലക്കുടിക്കാർക്ക് ഇൻട്രോവേർട്ട് ആണല്ലേ? വളരെയധികം. അല്ല, ഇങ്ങനെ ഇൻട്രോവേർട്ട് ഒക്കെ ആയാലേ ഈ സിനിമയ്ക്ക് അത് പിടിച്ചിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാവില്ലേ? ഇല്ല, ആ സമയത്ത് നമുക്ക് നമ്മുടെ പണിയെടുത്താൽ മതി എന്ന് വിശ്വസിക്കുന്നുള്ളൂ. ബാക്കി എനിക്ക് വെറുതെ കുറെ തമാശ പറഞ്ഞ് ചിരിച്ചിരിക്കാന്ന് പറയുന്ന പരിപാടിയൊന്നും വലിയ താല്പര്യമൊന്നും ഇല്ലാത്ത ഒരാളാണ്. ശരി. ഞാൻ ഓക്കെയാണ്, പക്ഷെ എൻ്റെ സർക്കിളിലുള്ള എനിക്കറിയുന്ന ആൾക്കാർക്ക് ഞാൻ അങ്ങനെയല്ല. അതാണ്. സർക്കിളിൽ എക്സ്ട്രോവേർട്ടാ?
കുഴപ്പമില്ല, അവർക്ക് അറിയാവുന്നതാണ്, അങ്ങനെ ട്രീറ്റ് ചെയ്തിട്ടുള്ളൂ, മനസ്സിലാവും. ഈ തണ്ണീർമത്തൻ ദിനങ്ങളുടെ ഒരു ടൈമിലാണ് ഞാൻ ഫ്രാങ്കോനെ ഫസ്റ്റ് ടൈം കാണുന്നത്. അപ്പോൾ ആ സമയത്ത് ഭയങ്കര എന്താ പറയുക, ഭയങ്കര പേടി, ടെൻഷൻ, തുടക്കക്കാരൻ്റെതായ എല്ലാ ബുദ്ധിമുട്ടുകളും ഉണ്ടായിരുന്നു. അതായത് നമ്മൾ ഒരു സിനിമ പ്രൊമോഷന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഇതിൻ്റെ പ്രൊമോഷൻ പരിപാടികൾക്ക് വേണ്ടിയിട്ട് ഒരു കോളേജിലേക്ക് ചെല്ലുകയാണ്. എങ്ങനെ അവിടെ കാണും, എങ്ങനെ അയ്യോ തിരക്ക് ഒക്കെ പറഞ്ഞ് മാറുന്നത് ഓർമ്മയുണ്ട്. എനിക്കിത് എങ്ങനെ ഇവരോട് ഒന്നും പറയാനില്ല, നമുക്ക് പടം കാണണം എന്നുള്ളതാണ് മെയിനായിട്ട് പറയാനുള്ളത്. പിന്നെ ഞാൻ ഒരാൾ ചെന്ന് ഇരുന്ന് പറഞ്ഞുകൊണ്ടൊന്നും ഒരു ഓഡിയൻസും അവർക്ക് ഇഷ്ടപ്പെടാൻ തന്നെ വേണം. അന്ന് ഫ്രാങ്കോ മൈക്ക് എടുത്തിട്ട് പറഞ്ഞത് എന്റെ പടം കാണണം, ഇത് മാത്രമേ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. അതായത് വിറച്ചിട്ടായിരുന്നു. ഇപ്പൊ ജിംഖാന വരെ എത്തി നിൽക്കുന്ന ഒരു യാത്ര ഉണ്ടല്ലോ, ഒരു 5 yearsന്റെ ഒരു യാത്ര. ഈ ഒരു ക്യാരക്ടറിൽ എന്തെങ്കിലും ഒരു മാറ്റം വന്നിട്ടുണ്ടോ? അല്ലെങ്കിൽ ഇപ്പം ഈ ജിംഖാനയുടെ ഭാഗമായിട്ട് ഉണ്ടല്ലേ? എൻ്റെ കൂടെയുള്ളവരും പറയുന്നുണ്ട് ബെറ്റർ ആയിട്ടുണ്ടല്ലോ എന്നൊക്കെ പറയുന്നുണ്ട്. എന്നാൽ പോലും എനിക്കതിലേക്ക് അങ്ങനെ വേണമെന്ന് ഞാൻ ഇതുമായിട്ടും ഭയങ്കരമായിട്ട് ചിരിച്ച് കളിച്ച് നടക്കുന്ന അല്ലെങ്കിൽ കുറേ സംസാരിക്കുന്ന ഒരാളായിട്ട് നടക്കണമെന്നൊന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല. എങ്കിലും ഈ പ്രൊമോഷൻ ടൈമിലൊക്കെ സംസാരിച്ചിട്ട് അല്ലെങ്കിൽ ആൾക്കാർ അഭിമുഖീകരിക്കുന്ന ആ ഒരു പ്രശ്നം മാറി കിട്ടിയോ? കുഴപ്പമില്ല. അതുകൊണ്ടാണല്ലോ ഞാൻ ഒറ്റയ്ക്ക് ഇരിക്കുന്ന ആദ്യത്തെ ഇന്റർവ്യൂ ആണ്. ഫസ്റ്റ് ഇന്റർവ്യൂ ആണല്ലേ? നീ പോയിട്ട് വാ എന്ന് പറഞ്ഞു. എൻ്റെ ഫ്രണ്ടിനോട് പറഞ്ഞപ്പോൾ നസ്ലിൻ്റെ അടുത്ത് പറഞ്ഞപ്പോൾ നീ പോയിട്ട് വാ എന്ന് പറഞ്ഞു. അതാണ് അത് അതെ. നസ്ലിൻ്റെ ഒക്കെ സപ്പോർട്ട് എങ്ങനെയാ? ഈ ഒരു പറഞ്ഞ പോലെ പരസ്പരം സപ്പോർട്ട് തന്നെ ആയിരിക്കും ഓഫ് കോഴ്സ്, പക്ഷേ എങ്കിലും ഉണ്ടല്ലോ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കുന്ന ആ ഒരു സ്ട്രെങ്ത്. വാക്കുകളില്ല നസ്ലിനെ കുറിച്ച് പറയാം. എനിക്ക് ഭയങ്കര സ്നേഹമാണ്. എന്താ പറയുക, അതിൻ്റെ മേലേക്ക് എനിക്ക് എന്താ പറയണ്ടതെന്നല്ല. ഭയങ്കരമായിട്ട് നമുക്ക് എന്തുണ്ടെങ്കിലും നമ്മൾ ചോദിക്കും, എന്തേ ഇങ്ങനെ ഇരിക്കണേ ചോദിക്കാം, ഒന്നുമില്ല. അങ്ങനത്തെ ഒരു ഇതാണ്, ഭയങ്കര അതൊരു ബോണ്ടാണ്. അത് എനിക്കറിയില്ല അതെങ്ങനെ വിവരിക്കാൻ പറ്റുന്നൊന്നും അറിയില്ല. അത് ഭയങ്കര വലിയ സാധനമാണ് എനിക്കത്. ഇപ്പം നമ്മൾക്ക് ജിംഖാനയിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഖാലിദ് റഹ്മാൻ എന്നുള്ള ഡയറക്ടർ നിങ്ങളെല്ലാവരും മാക്സിമം യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അല്ലെ, അങ്ങനെ തന്നെയല്ലേ ഉണ്ടാവുക? മാക്സിമം എക്സ്പ്ലോയിറ്റ് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ കംപ്ലീറ്റ്. അയാൾക്കറിയാം, റഹ്മാൻക്ക് ഭയങ്കരമായിട്ട് അടിപൊളിയായിട്ട് ഓരോ വ്യക്തിനെയും അറിയാം. ഈ 6 മാസം കൊണ്ടും അല്ലെങ്കിൽ നമ്മൾ കാസ്റ്റുകളൊക്കെ ഒരാൾ അടിപൊളിയായിട്ട് പഠിക്കുന്നുണ്ട് എന്നുള്ളതാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. അയാൾ കാസ്റ്റ് ടൈം വരെ അയാൾ ഈ ക്യാരക്ടറിലേക്ക് അയാളുടെ പിന്നിലുള്ള കാര്യങ്ങളും വരെ നോക്കിയിട്ടുണ്ടാവുന്നുണ്ട്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഓഫ് കോഴ്സ് അതുപോലെ ഉപയോഗിച്ചിട്ടുണ്ട് എന്നാണ്. ഞാൻ ഈ ഫൈറ്റ് ചെയ്യുമ്പോഴൊക്കെ ഞാൻ ഇടിച്ചിടിച്ചിടിച്ച് ഇത് എന്തിനെങ്ങോട്ട് പോകണം മതിയാവുന്നില്ലെന്ന് വരെ തോന്നിയിട്ടുണ്ട്. കിട്ടിയില്ലേ ചിലപ്പോൾ ചില പോയിൻ്റ് ആയിരിക്കും, അതിന് വേണ്ടി ആൾ പണിയെടുക്കുക തന്നെ ചെയ്യും. നമ്മളും പണിയെടുക്കേണ്ടി വരും. നമ്മൾ എത്ര ഇതുണ്ടെന്ന് പറഞ്ഞാലും കാര്യമില്ല, പണിയെടുക്കണം. അയാൾക്ക് വേണ്ടത് അയാൾ എടുക്കുക തന്നെ ചെയ്യും. അത് അടിപൊളി പരിപാടിയായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം ഇപ്പോൾ പടം കാണുമ്പോൾ ഓഫ് കോഴ്സ് ഇതിന് വേണ്ടിയിട്ടാണ് അത് അങ്ങനെ ചെയ്തത് എന്ന് ആലോചിക്കുമ്പോൾ ഭയങ്കര സന്തോഷമുണ്ട്. എൻ്റെ അടുത്ത് അങ്ങനെ സന്തോഷമായില്ലേ എന്ന് ചോദിച്ചാൽ എൻ്റെ അടുത്ത് അപ്പോഴേ എനിക്ക് പറ്റുന്നതാണ്. ഇത്രയും സന്തോഷം കാണിക്കുള്ളൂ അല്ലേ? അത്രേ ഉള്ളൂ. നമുക്ക് ഉള്ളിൽ ഭയങ്കര ഹൈ ഉണ്ട്, പക്ഷേ എനിക്കറിയാം ഇതാണ്. ഇപ്പം ഞാൻ ഈ പറയുന്ന ഈ സാധനങ്ങളൊക്കെ ആൾക്കാർ റിവ്യൂ വരുമ്പോൾ ചെറുതിനെ കുറിച്ച് കുറേ മെസ്സേജുകൾ വരുന്ന സാധനങ്ങൾ വരുന്നു, റീൽസ് വരുന്ന സാധനങ്ങളൊക്കെ വരുമ്പോഴും ഒക്കെ എനിക്കൊന്നും ഇതല്ലേ ഞാൻ മറ്റേ ഹൈ അനുഭവിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ട് എനിക്കിത് അത്ര വലിയ പരിപാടിയായിട്ട് തോന്നുന്നില്ല. ഇനിയും വരും, നമുക്ക് ചെയ്യാം എന്നുള്ള പരിപാടിയാണ്. വരട്ടെ എല്ലാവരും. നന്ദി. ചെറുതിന്റെ ഒരു ഡയലോഗാണല്ലോ അതിൽ ഏറ്റവും ഹിറ്റായത്. ഇപ്പൊ മനസ്സിലായോടാ ആരാ ചെറുത്? എൻ്റെ അടുത്ത് കുറേ പേര് എനിക്ക് അതിൽ ഏറ്റവും ഇഷ്ടമായ പരിപാടി എന്ന് പറയുന്നത്, ഇത്തിരി പൊക്കം കുറഞ്ഞ ആൾക്കാർ, അങ്ങനെ പറയാൻ പാടില്ല, എന്നാൽ പോലും അങ്ങനെയുള്ള ആൾക്കാരെ എൻ്റെ അടുത്ത് അത് ഞങ്ങൾക്ക് ഭയങ്കര ഇതായെന്ന് പറഞ്ഞു. അവർക്ക് ഭയങ്കര, അപ്പോൾ അതുമാത്രം എനിക്ക് ഭയങ്കര രസമായിട്ടുള്ള തോന്നി ഈ പരിപാടി. ഭയങ്കര എനിക്കത് കൊടുക്കാൻ പറ്റില്ലോ, അല്ലെങ്കിൽ അവർക്കത് ഇഷ്ടപ്പെട്ടല്ലോ എന്ന് പറയുന്നിടത്ത് ഞാൻ ഒരു സിനിമയിൽ നമുക്ക് കുറേ കേട്ടിട്ടുണ്ട്, ഇങ്ങനെ ഒരു സിനിമയിൽ ഇങ്ങനെ ഒരു സാധനം വരുന്നു. ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഹൈ മൂമെൻറ്റ് അല്ലെങ്കിൽ ആൾക്കാർ പറയുന്ന സാധനങ്ങളൊക്കെ ഇപ്പോൾ ഈ ഡയലോഗ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. എനിക്ക് ഈ പറഞ്ഞ ആൾക്കാർ, ഇങ്ങനെയുള്ള ആൾക്കാർക്ക് അത് കിട്ടിയിട്ടുണ്ട്, അവരത് ഉപയോഗിക്കും. നമ്മുടെ കമൻറ്റിലൊക്കെ അടിയിൽ വരും. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായോടാ ആരാ. ശരി. ഈ ഒരു ബോഡി ഷേമിങ് സംഭവമാണല്ലോ, എപ്പോഴെങ്കിലും നേരിട്ടിട്ടുണ്ടോ? ഓഫ് കോഴ്സ് കുറേ കാര്യങ്ങളുണ്ടെന്ന് തോന്നുന്നു അതിൽ. ഞാൻ ഒരു പടത്തിൽ പോയിട്ട് ഇങ്ങനെ ആ ഡയറക്ടർ പറയുന്ന കേട്ടൊരു സാധനമുണ്ട്. ഞാൻ ചിന്തിക്കുന്നത് ഓഫ് കോഴ്സ് എനിക്കത് പറയാൻ പറ്റില്ല പുറത്ത്, ഞാൻ അത് പറയാൻ ആഗ്രഹിക്കുന്നില്ല. ഞാൻ ചിരിക്കുക ചെയ്ത ആളെൻ്റെ ഇങ്ങനെ കുറച്ച് ആൾക്കാരുടെ മുമ്പ് വെച്ച് ആളിങ്ങനെ പറഞ്ഞ് ചിരിക്കുമ്പോൾ ഞാനും ഹാ എന്ന് പറഞ്ഞ് ചിരിക്കുക ചെയ്തത്. കാരണം ഇത്രയും വിവരവും ഇതുള്ള ഒരു പടം ഡയറക്റ്റ് ചെയ്യുന്ന ഒരാൾ ഇത്രയേ ഉള്ളൂ, അയാളുടെ വിവരം അത്രയേ ഉള്ളല്ലോ എന്ന് ആലോചിച്ചിട്ട് ഞാൻ ചിരിച്ചത്. ഓഫ് കോഴ്സ് എനിക്ക് അതിന് പ്രതികരിക്കാനൊന്നുമില്ല, അത് പഠിക്കും എന്നുള്ളതാണ്
പഠിപ്പിക്കും. അതിനുള്ള മറുപടി ഇപ്പം ജിംഖാനയിൽ കൊടുക്കും. തീർച്ചയായിട്ടും കാണു നീ എന്നാ പറയണേ. നേരത്തെ പറഞ്ഞല്ലോ സിംഗിൾ ഇന്റർവ്യൂസ് കൊടുത്തിട്ടില്ല എന്ന് പറഞ്ഞു. പക്ഷെ തണ്ണീർമത്തൻ ദിനങ്ങളുടെ സമയത്ത് 1-2 ചെറിയ ഇന്റർവ്യൂസ്, സിംഗിൾ ഇന്റർവ്യൂസ് പോയിട്ടുണ്ട്. പക്ഷേ അതിൽ ഈ പറഞ്ഞ പോലെ 1-2 വാക്കിൽ ഉത്തരം കഴിഞ്ഞു, അവിടെ കഴിഞ്ഞു. പക്ഷെ അതിന് താഴെ വന്നിരിക്കുന്ന രസകരമായ കുറെ കമന്റ്സ് ഉണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ പറഞ്ഞിരിക്കുന്ന 2 കാര്യങ്ങളാണ്. സൗബിനും വിനായകനും ഒന്നിച്ച ഒരു കഥാപാത്രം എന്നാണ് പറയുന്ന ആൾക്കാർ. അങ്ങനെ പറയുന്നത്. അതായത് ജസ്റ്റ് ഡയലോഗ് ഇത്രയാണ്, സൗബിന്റെ സൗണ്ടും വിനായകന്റെ ആറ്റിറ്റ്യൂഡും. അങ്ങനെ പറയുന്നുണ്ട്. എനിക്കറിയില്ല, ഞാനായിട്ട് പിടിക്കാൻ നോക്കിയിട്ടില്ല. ഇപ്പം സൗബിക്കായാലും വിനായകൻ്റെ പരിപാടിയായാലും ഞാൻ നോക്കിയിട്ടില്ല. അങ്ങനെ അത് വേണം എന്നല്ല മനഃപൂർവ്വം പിടിക്കുന്നൊരു സാധനമൊന്നുമല്ല. ചിലപ്പോൾ എന്നിൽ ഉണ്ടായതായിരിക്കാം. ഇഷ്ടമാണ് രണ്ടുപേരും, ചിലപ്പോൾ അങ്ങനെ കരുതായിരിക്കും. അതെ. എങ്കിലും ഇപ്പം ഉണ്ടല്ലോ, ഇപ്പം ലൈഫ് എങ്ങനെ പോകണം, എങ്ങനെയാണ് ഇപ്പോൾ ഒരു മുന്നോട്ട് പോകുന്ന ഒരു സംഭവത്തിനെ വിവരിക്കാൻ പറ്റണേ? ഇപ്പോഴത്തെ അവസ്ഥ പറയുകയാണെങ്കിൽ ഹാപ്പിയാണ്, സമാധാനമുണ്ട് എന്നുള്ളതാണ്. കാരണം ഈ നേരത്തെ നിങ്ങൾ ചോദിച്ച പോലെ ഈ സ്ട്രഗിളും പരിപാടിയും അല്ലെങ്കിൽ ഇത്ര നാളത്തെ ഞാൻ പറഞ്ഞില്ലേ സാധനം നമ്മുടെ ഉള്ളിലുണ്ട്. ഓഫ് കോഴ്സ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് സ്ട്രഗിളാണ്, പരിപാടി ഉണ്ട് എന്നറിയാം. ബട്ട് ഈ പറഞ്ഞ പോലെ ഒരെണ്ണടിക്കും എവിടെയെങ്കിലും എപ്പോഴെങ്കിലും എന്നുള്ള സാധനത്തിൽ പോയിക്കൊണ്ടിരിക്കുന്നു. അതാണെന്ന് തോന്നുന്നു എനിക്കത് അറിയില്ല. പക്ഷെ ഞാൻ ഹാപ്പിയാണ്, സമാധാനം ഉണ്ട് എന്നുള്ളതാണ് മെയിനായിട്ട്. ഹാപ്പിയാണെന്ന് പറയുന്നതിനുള്ളിൽ ഞാൻ ഓക്കെ ആയിട്ടിരിക്കുന്നു എന്നുള്ളതാണ്. എങ്കിലും നമ്മളിപ്പോൾ സിനിമ കണ്ട് സിനിമയിലെ ആൾക്കാരോട് അല്ലെങ്കിൽ താരങ്ങളോടുള്ള ഒരു ആരാധനയും ഒക്കെ ഉണ്ടായിരുന്നു. ഇപ്പം സിനിമയിൽ വന്നിട്ട് ഇത്ര വർഷത്തിനിടയ്ക്ക് ഇപ്പം ആ ആരാധനകളിൽ ഏതെങ്കിലുമൊക്കെ നടന്നിട്ടുണ്ടാവുമായിരിക്കാം. ഒരുപാട് നമ്മൾ നേരിട്ട് കാണണമെന്ന് ആഗ്രഹിച്ച ആൾക്കാരെ കണ്ടിട്ടുണ്ടാവുമായിരിക്കാം. അങ്ങനെ കുറേ സംഭവങ്ങൾ ഉണ്ടാവില്ലേ? അതിലേറ്റവും ഹൈ മൊമെൻ്റ് ആയിട്ട് തോന്നിയിട്ടുള്ളത് ഏതായിരിക്കാം? ഒന്നുമില്ല, എനിക്ക് ഒരു ആർട്ടിസ്റ്റിനോ കാണണമെന്നോ അങ്ങനെ കാര്യങ്ങളൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. ഇഷ്ടമാണ് അവരുടെ പെർഫോമൻസ്, ഇഷ്ടമാണ് പടം കാണുക എന്നുള്ളതാണ്. അല്ലാണ്ട് എനിക്ക് അവരെ പേഴ്സണലി ഒന്ന് കാണണം എന്ന് ഇതുവരെ തോന്നിയിട്ടില്ല. ഇല്ല. എനിക്ക് ആൾക്കാർ എൻ്റെ കൂടെ ഇരുന്ന ആൾക്കാരൊക്കെ ഇങ്ങനെ പറയുമ്പോൾ എനിക്ക് ആളെ ഒന്ന് കാണണം എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് ആ ട്രിപ്പ് കിട്ടിയിട്ടില്ല. എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. അല്ല, എന്നിട്ട് സിനിമയുടെ ഭാഗമായത് ഭയങ്കര അത്ഭുതമാട്ടോ. കാരണം എനിക്ക് തോന്നുന്നു എൻ്റെ വീടിൻ്റെ അവിടെയൊക്കെ ഷൂട്ടിന് പരിപാടിയൊക്കെ വന്നപ്പോൾ ഞാൻ ഷൂട്ടിങ് കാണാൻ പോയിട്ടില്ല. ഞാൻ സിനിമയിൽ വരുന്നതിന് മുമ്പ് എൻ്റെ ഫ്രണ്ട്സൊക്കെ പോയിട്ടുണ്ട്, കാര്യങ്ങളുണ്ട്. അതിൽപ്പുള്ളി ഷൂട്ട് ഉണ്ടായിട്ടുണ്ട്. എൻ്റെ വീട് ചാലക്കുടിയാണ്, കുറച്ചുള്ള അവിടെ നിന്നുകൊണ്ട് ഞാൻ പോയിട്ടില്ല. എൻ്റെ കൂടെയുള്ളവർ എന്നെ വിളിച്ചിട്ട് ഞാൻ പോയിട്ടില്ല. എനിക്കത് അതിലൊരു ഇത് തോന്നിയിട്ടില്ല. ഞാൻ അപ്പോൾ അവിടെ പോയി ഇങ്ങനെ നോക്കിയെന്നുകൊണ്ട് ഒരു കാര്യം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാണാം. അപ്പോൾ ഒരു ഫാൻ ബോയ് മൊമെന്റ് അങ്ങനത്തെ സാധനങ്ങളൊന്നും ഇല്ല അല്ലേ? ലൈക്ക് അങ്ങനെ ഒരു ഇഷ്ടം ഉണ്ടെങ്കിലല്ലേ അല്ലേ? ബഹുമാനമുണ്ട് നമുക്ക്. ഓഫ് കോഴ്സ് അവർ ചെയ്തു വെച്ച പരിപാടികൾ തീർച്ചയായിട്ടും ബഹുമാനമുണ്ട്. എന്ന് വെച്ചാൽ ഞാൻ അവരെ കണ്ടുകൊണ്ട് എനിക്ക് ആക്ച്വലി ചിലപ്പോൾ എനിക്കൊന്നും അവരോട് സംസാരിക്കാനില്ലാത്ത കാരണം ഉണ്ടായിരിക്കും. എനിക്കിപ്പോൾ അവരെ കണ്ടിട്ട് നിങ്ങൾ ഭയങ്കര ഒരു ആരാധകനാണെന്ന് പറയാനൊന്നും എനിക്കറിയില്ല. എനിക്കിഷ്ടമാണ് നിങ്ങളുടെ പരിപാടി, ഇഷ്ടമാണ് നിങ്ങൾ കാണിക്കുന്നത്. ഞാനും അത് ഇഷ്ടപ്പെടുന്നു, ആസ്വദിക്കുന്നുള്ളതാണ്. ഞാൻ ഞെട്ടിക്കുന്ന പെർഫോമൻസൊക്കെ കണ്ടിട്ടുണ്ട് ഇവിടെ ആൾക്കാരുടെ. അതൊക്കെ ഞാൻ അംഗീകരിക്കുന്നു. ബട്ട് എനിക്കങ്ങനെ തോന്നിയിട്ടില്ല എന്നുള്ളൂ. അതിൽ വേറെ ഇതായിട്ടൊന്നും പറയുന്നതൊന്നുമല്ല. ഇഷ്ടമാണ്, കാര്യങ്ങളുണ്ട്, ബഹുമാനമുണ്ട്, ഒക്കെ ഉണ്ട്. ബട്ട് അങ്ങനത്തെ ഒരു കാണണം എന്നുള്ളൊരു സാധനം അങ്ങനെ വന്നിട്ടില്ല. താരാരാധന എന്നുള്ളൊരു സംഭവം ഉണ്ടായിട്ടില്ല. അപ്പോൾ സിനിമകൾ കാണുന്നത് എങ്ങനെയായിരുന്നു മുമ്പ്? സിനിമയിൽ എത്തുന്നതിന് മുമ്പും സിനിമകൾ ധാരാളം കാണുന്ന ആളായിരുന്നു. സിനിമ കാണും, എപ്പോഴും കാണും. സിനിമ കാണാന്ന് പറയുന്നത് ഭയങ്കര എനിക്ക് തോന്നുന്ന ഏറ്റവും ട്രിപ്പുള്ള പരിപാടിയായിട്ട് തോന്നിയിട്ടുള്ളത്. കാരണം അത്രയും സമയം നമ്മൾ വേറൊരു സാധനം നമ്മുടെ തലയിലില്ല. നമ്മൾ ഇതിലൊരു 2-2.5 മണിക്കൂർ ഇരിക്കുക എന്ന് പറയുന്ന പരിപാടി അത് അടിപൊളിയാണ്. നമ്മൾ വേറെ ഒന്നിനെ കുറിച്ച് ചിന്തിക്കില്ല. എനിക്കിപ്പോൾ എന്തെങ്കിലും ഒരു ടെൻഷൻ ഉണ്ടായ പോലെ എന്തെങ്കിലും ഇരുന്ന് കാണാനേ നോക്കുള്ളൂ. കാരണം അതിൽ ലോക്കായി പോവും. നല്ല പടം എന്തെങ്കിലും നമ്മളെ ഇരുത്തുന്നു. ഞാൻ ഇപ്പോഴും മറ്റേ മാസം കാണുന്ന പരിപാടി. എനിക്ക് ഞാൻ അങ്ങനെ KGF ഒക്കെ കുറേ പ്രാവശ്യം ഇന്ന് കാണുന്ന പരിപാടി കേട്ടോ. വെച്ചാൽ നോക്കുമ്പോൾ ഭയങ്കര മാസ് കണ്ടിട്ടുള്ള വന്നതിൽ അടുത്ത് ഞാൻ തിയേറ്ററിൽ പോയതുകൊണ്ട് പല സ്ഥലത്തുനിന്ന് ബിൽഡ് ചെയ്യണം. അത് അങ്ങനത്തെ പരിപാടികളൊക്കെ ഇഷ്ടമാണ്. പക്ഷേ എനിക്ക് ഒരിക്കലും ക്യാഷിനാണെന്ന് താല്പര്യമില്ല. ഞാൻ ആദ്യമായിട്ടുണ്ട് ഒരാളിങ്ങനെ, അതായത് സിനിമയിൽ അഭിനയിക്കുന്നു, സിനിമകൾ ധാരാളം കാണുന്നു, സിനിമയിൽ നിന്ന് ഹൈ കിട്ടുന്നു, പക്ഷെ ഒരാളോട് പോലും ഒരു ആരാധനയില്ല, കാണാൻ അങ്ങനെ ആരെയും കാണാൻ ആഗ്രഹമില്ല എന്ന് പറഞ്ഞിങ്ങനെ ഫസ്റ്റ്. പക്ഷേ ഇവരുടെ പെർഫോമൻസിനോട് ബഹുമാനമുണ്ട്. പക്ഷേ ഈ ആരാധന പേഴ്സണലായിട്ട് വരുന്ന സാധനമാണെന്ന് എനിക്കത് എനിക്കങ്ങനെ തോന്നിയിട്ടില്ല. ഇപ്പം പറയുന്ന ആരോടും ഇതുണ്ടായിട്ടല്ല അങ്ങനെ പോകരുതാണ്. അതുകൊണ്ടാണ് ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, ഇപ്പം KGF എനിക്ക് ഭയങ്കര, എനിക്ക് അടുത്ത് കാതൽ എനിക്ക് ഭയങ്കര വർക്കായ ഒരു പടമായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. മമ്മൂക്കയുടെ ഒരു പരിപാടി. പക്ഷേ എനിക്ക് അതിനെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്നുണ്ട്. ബട്ട് എനിക്ക് കാണാനൊരു അവസരം കിട്ടി, ഓഫ് കോഴ്സ് കാണും. ഞാൻ അങ്ങനെ അഭിനയിച്ചിട്ടുണ്ട് എൻ്റെ പടത്തിൽ എന്ന് പറഞ്ഞ് പരിചയപ്പെടാം എന്നുള്ളതല്ലാണ്ട് ഞാൻ എഫേർട്ട് എടുത്ത് പോയി കാണാമെന്ന് പറയുന്ന പരിപാടി എനിക്ക്
ഉണ്ടായിട്ടില്ല എന്നാണ് തോന്നുന്നത്. അപ്പോൾ എങ്കിലും ഇപ്പം സിനിമയുടെ ഭാഗമായി ഒരു 5 വർഷം അത്രയും സ്ട്രഗിൾ എടുത്ത് യാത്ര ചെയ്തു, ഇപ്പോൾ ഒരു ഹിറ്റ് ഉണ്ടായി, ഇപ്പം സിനിമകൾ ധാരാളം കാണുന്ന ആളാണ്. അപ്പോൾ എന്തായിരിക്കും ഇനി മുന്നോട്ടുള്ളൊരു സിനിമാ യാത്ര എന്ന് പറയാനാണെങ്കിൽ എന്തായിരിക്കും ആഗ്രഹിക്കുന്നത്? അപ്പോൾ ഈ ഒരു ഇതിൽ നിന്ന്, സിനിമയിൽ നിന്ന് എന്താണ് ആഗ്രഹിക്കുന്നത്? നല്ല പഠനം ചെയ്യാന്നുള്ളത് പരിപാടിയാണ്. എന്നുവെച്ചാൽ നല്ല ക്രൂവിൻ്റെ കൂടെ വർക്ക് ചെയ്യുക. ഇപ്പോൾ ഈ റഹ്മാൻ കേട പോലുള്ള, ഞാൻ 2019 തണ്ണിമത്തം കഴിഞ്ഞ് നിൽക്കുന്ന സമയത്തൊക്കെ ഞാൻ ഇങ്ങനെ മെസ്സേജ് അയച്ചിട്ടുണ്ട് റഹ്മാൻക്ക്. അവസരങ്ങൾ ചോദിച്ചിട്ടുണ്ട്? പിന്നെ ചോദിച്ചിട്ടുണ്ട്, അങ്ങനെ അയച്ചിട്ടുണ്ട്. മെസ്സേജ് പോലും കണ്ടിട്ടുണ്ടായില്ല. ചോദിച്ചിരുന്നു എന്നിട്ട് പിന്നീട് ഈ സെറ്റിൽ വെച്ചിട്ട്? ഇല്ല, ഞാൻ ചോദിച്ചിട്ട് ഞാൻ അങ്ങനെ അയച്ചിട്ടുണ്ടായിരുന്നു പറഞ്ഞു, അത്രേ ഉള്ളൂ. പിന്നെ പിന്നെ ഫോളോ ചെയ്യലും റഹ്മാൻക്ക് ഒരു ദിവസം ട്രെയിനിങ് സമയത്ത് നമ്മൾ ആദ്യം എൻ്റെ കൂടെ ഫോട്ടോ എടുത്തിട്ട് ആൾ സ്റ്റോറി ഇട്ടു, ജാങ്കോ അൺചൈൻഡിലെ മ്യൂസിക്കൊക്കെ ഇട്ടിട്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഓരോരുത്തരുടെ അങ്ങനെ ഇങ്ങനെ ഇട്ട് വന്നു. അപ്പോൾ അങ്ങനെ ഇതായി എന്നുള്ളതാണ്. അപ്പോൾ അറിയാം അയച്ചിട്ടുണ്ടെന്നുള്ള കാര്യമൊക്കെ അറിയാം, അത്രേ ഉള്ളൂ. അതേ ഉള്ളൂ. ഇപ്പോഴും എങ്ങനെ അവസരങ്ങൾ ചോദിക്കാറുണ്ടോ? ഓഡീഷൻസിന് മറ്റും പോകാറുണ്ടോ? എങ്ങനെയാണ് ഇപ്പോൾ? ഞാൻ എപ്പോഴും എൻ്റെ ഓഡീഷൻസ് നമുക്ക് വന്നിട്ടുണ്ടെങ്കിൽ, നമുക്ക് താല്പര്യമുള്ളൊരു പടം വന്നിട്ടുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് ഞാൻ ഡയറക്ടേഴ്സിൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്. എനിക്കറിയുന്ന ആൾക്കാരുടെ അടുത്തൊക്കെ ചോദിക്കുന്നു, ചേട്ടൻ എന്തെങ്കിലും പരിപാടി ഉണ്ടെങ്കിൽ പറയണം എന്ന് ഞാൻ ചോദിക്കുന്നുണ്ട്. അപ്പം ചോദിക്കാൻ നമ്മുടെ പരിപാടി അതാണല്ലോ. അതെ. എങ്കിൽ സിനിമയ്ക്ക് അപ്പുറത്തേക്ക് ഇനിയൊരു സ്വപ്നം എന്തെങ്കിലും ഉണ്ടോ, സിനിമ അല്ലാതെ? ഇല്ല, അങ്ങനെ അത് കുറേ സ്വപ്നമൊക്കെ പണ്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ കുറേ നാളായിട്ട് ഞാൻ നല്ല ആലോചിച്ച് ഞാൻ എന്താ സ്വപ്നമൊന്നും കാണാത്തതെന്ന് വിചാരിച്ചേ. എനിക്കത് വേണമെന്ന് ഇത് വേണമെന്നോ അങ്ങനെ ഒരു സാധനമൊന്നും ഇല്ല. ഉണ്ടെങ്കിൽ തന്നെ അതൊക്കെ ചെറിയ ചെറിയ സാധനങ്ങളായിരിക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ എവിടെയെങ്കിലും ട്രാവൽ ചെയ്യണമെന്നൊക്കെ ആയിരിക്കുള്ളൂ. അല്ലാതെ വലിയ ആഗ്രഹങ്ങളില്ല. ഇല്ല, അത് വരും എന്നുള്ളതാണ്. നമ്മൾ നമ്മുടെ പണിയെടുത്തുകൊണ്ടിരുന്നാൽ മതി. അത് നമ്മൾക്ക് വേണ്ടതാണെങ്കിൽ അത് എത്തും എന്ന് വിശ്വസിക്കുന്നു. അതാണ്. തേടി പിടിച്ചു പോകാനും അറിയില്ല. എനിക്ക് ആഗ്രഹമുള്ളത് നല്ല പഠനം ചെയ്യാൻ പറ്റണം. ഞാൻ കുറച്ചും കൂടി ബെറ്ററായി വരണം എന്നുള്ളതാണ് ഞാൻ ഉള്ളിൽ ആഗ്രഹിക്കുന്നത്. ഈ പറയുന്ന ആൾക്കാർ പറയുന്ന പരിപാടി ഇപ്പം ഞാൻ കുറേ നാളായിട്ട് ഇത് അനുഭവിക്കാത്തതുകൊണ്ട് ഇപ്പോൾ കാണുമ്പോൾ ഇതൊക്കെയാണല്ലേ ഓരോ സിനിമകളെ കുറിച്ച് നമ്മളിങ്ങനെ അത് കൊണ്ടുപോയി പൈൻ കൊണ്ടുപോയി എന്ന് പറയുന്ന പരിപാടി, അങ്ങനത്തെ കുറേ മെസ്സേജുകൾ വരുന്നുണ്ട്. സോഷ്യൽ മീഡിയയിൽ മൊത്തം തന്നെയാണ്. ചെറുത് കൊണ്ടുപോയി അങ്ങനെ ചെറുത് ദീപക്കേട്ടൻ. അതെ, ദീപക്കേട്ടൻ നല്ല ഫാൻസ് ഉണ്ട്, നല്ല ഇതുണ്ട്. പിന്നെ സന്ദീപിനും ഉണ്ട്. അവർ 3 പേരാണ്. നിങ്ങൾ 3 പേരാണ് ഇപ്പം അതിനകത്തെ ആൾക്കാർ പറയുന്നത്. എല്ലാവരും അടിപൊളിയാണ്. അതെ, പക്ഷെ അതല്ല കണക്ട് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ജിംഷിക്ക പറഞ്ഞത് നീ ഞങ്ങളുടെ ജോക്കറായി എന്ന് പറഞ്ഞു, നിന്നെ ഞങ്ങൾ ഇറക്കും പറഞ്ഞേ. മനസ്സിലായി. എനിക്കറിയില്ല. അപ്പം അത് ഒരു തിരിവാന്ന് പറഞ്ഞേ പടത്തിൻ്റെ ഒരു സാധനം. എനിക്ക് തോന്നുന്നത് അത് ശരിയാണ്. കാരണം അവർ എല്ലാവരും പറയുന്നത് അത്ര നേരെ ഇരുന്ന തിയേറ്ററിൽ നിന്ന് ഒരു ഹൈ കിട്ടണത് ആൾക്കാരൊക്കെ ഒന്ന് പ്രതീക്ഷിക്കുന്നത് ചെറുത് സാധനത്തിലാണ്, ഫൈറ്റിലായിരിക്കും എന്നാണ്. എങ്കിലും ഇപ്പം ഇത്രയും വർഷത്തിനിടയ്ക്ക് സിനിമയിൽ നിന്ന് കിട്ടിയ എന്ത് സന്തോഷമാണ് ഏറ്റവും അധികം മനസ്സ് നിറച്ചിട്ടുണ്ടാവുക? ഇപ്പം എനിക്ക് അങ്ങനെ ഓർക്കുമ്പോൾ എനിക്കിപ്പോൾ ഇപ്പോൾ ഇതായിരിക്കും എന്ന് തോന്നുന്നു, ജിങ്കാനയായിരിക്കും. ജിങ്കാന എനിക്ക് ഓൾറെഡി കിട്ടുമ്പോൾ തന്നെ എനിക്ക് ആ ഒരു സാറ്റിസ്ഫാക്ഷനും ഇതുണ്ട്. കാരണം ക്യാരക്ടറും പരിപാടിയും ഏറ്റവും അധികം ഖാലിദ് റഹ്മാൻ്റെ കൂടെ പടം ചെയ്യാന്നുള്ള പരിപാടിയാണ്. അയാൾ എന്നെ കാസ്റ്റ് ചെയ്തിരിക്കും എന്ന് പറയുന്നവിടെ തന്നെ ഞാൻ പോയി ഓക്കെ ആയിരുന്നു. ഞാൻ അങ്ങനെയാണ് പറയുന്നത്. ഓക്കെ എല്ലാ ഡയറക്ടേഴ്സും ഇപ്പം ഞാൻ വേണു സാറിൻ്റെ കൂടെ വർക്ക് ചെയ്തിട്ടുണ്ട്. പ്രേം സാറ്, മജൂക്ക നല്ലൊരു അപ്പനൊക്കെ ചെയ്ത് നല്ലൊരു ക്രാഫ്റ്റുള്ള ആളായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ള അവരോട് വർക്ക് ചെയ്ത് പെരുമാനി എന്ന് പറഞ്ഞ പടം വർക്ക് ചെയ്തിട്ടുണ്ട്. VKP. അപ്പം അങ്ങനെയാണ് ഞാൻ ചൂസ് ചെയ്യുന്നതും. അതിപ്പോൾ എന്നെ സജസ്റ്റ് ചെയ്ത ആൾക്കാരുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് ബ്ലെസ്സിങ് ആണ്. അല്ലെങ്കിൽ അവർക്ക് അങ്ങനെ ചെയ്യാൻ തോന്നുന്നത് അതിലൊക്കെ ഞാൻ ഹാപ്പിയാണ്. അങ്ങനെ ഒരു തരംതിരിവോ അല്ലെങ്കിൽ ഒരു സ്പെഷ്യലായിട്ട് എടുത്ത് വയ്ക്കാൻ എനിക്ക് എല്ലാവരോടും സ്നേഹമാണ്. അതെ, കാരണം ചെയ്തു തന്നത് അവർ എല്ലാവരോടും അവർക്കറിയാം നമ്മളെങ്ങനെയാണെന്ന് കണ്ടിട്ടാണ് അവർ എടുത്തത്. ശരി, അപ്പം എന്തായാലും ഇപ്പം ഒരു 5 വർഷത്തിന് ശേഷം ആയാൽ പോലും ആദ്യം ഒരു ലിൻഡപ്പനെ കിട്ടി, ഇപ്പോൾ ഒരു ചെറുതിനെ കിട്ടി. ഇനി വർഷങ്ങളുടെ ഗ്യാപ്പൊന്നും വേണ്ട, തുടരെ അതെ മാസങ്ങളുടെ ഗ്യാപ്പിലെ ഓരോ കഥാപാത്രങ്ങളെ ഒന്നുമില്ല നല്ലത് തന്നെ ചെയ്യണം എന്നുള്ള പരിപാടിയുള്ളൂ. എനിക്കിങ്ങനെ കുറേ പടങ്ങൾ ചെയ്തിടണം ഇതാക്കണം എന്നല്ല. ഞാൻ പറഞ്ഞില്ല, ഞാൻ ബെറ്റർ ആവണം എന്ന് മാത്രമേ ഉള്ളൂ. എനിക്ക് ആൾക്കാരും കണ്ട് ഇതാക്കണമെന്നില്ല, ആരും ബോധിപ്പിക്കാനുമില്ല. എൻ്റെ ഇതിനെ മാത്രമുള്ള പരിപാടിയാണ്. കാരണം ഞാൻ ഓക്കെ ആവണമെന്നാണ് അവിടെ കിട്ടുന്നത്. ഓക്കെ ഞാൻ ഇപ്പോൾ ഇതിൽ ഞാൻ പറഞ്ഞില്ല, ഇപ്പോൾ ജിങ്കാന എനിക്ക് അത് വരുമ്പോൾ എനിക്ക് ഉണ്ടായ ഹൈ ആണ് ഇപ്പോഴും കിട്ടുന്നത്. അത് ആൾക്കാർ കിട്ടുന്നുണ്ട്. അത് ഞാൻ നന്നായി എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ ഞാൻ നന്നായാലാണ് അവർക്ക് കിട്ടുള്ളൂ, അവർക്ക് അത് തോന്നുള്ളൂ എന്നുള്ളതുകൊണ്ട് ഇനി നല്ലത് ചെയ്യണം, നല്ല പരിപാടി ചെയ്യാൻ പറ്റണം, നല്ല ക്യാരക്ടേഴ്സ് എടുക്കാൻ പറ്റണം. എനിക്ക് കുറച്ചും കൂടി
ഞാൻ പറയുന്നില്ല. അതെ വേണ്ട. നല്ല 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 ക്യാരക്ടേഴ്സ് ചെയ്യണമെന്നുള്ള ആഗ്രഹം, അങ്ങനത്തെ വിളികൾ വരട്ടെ എന്നായിരിക്കുന്നു. ഒരുപാട് പടങ്ങൾ ചെയ്യണമെന്നല്ല, നല്ല ക്യാരക്ടേഴ്സ് ചെയ്യണം. ചറപ്പറ പടങ്ങൾ ഞാൻ 2-3 ചെയ്തിട്ടുണ്ട്. എന്തായാലും ശരി, ഇനി ഇതുപോലെ ക്ലിക്ക് ആവുന്ന കഥാപാത്രങ്ങൾ മാത്രം തേടി വരട്ടെ. തീർച്ചയായിട്ടും അങ്ങനെ വരട്ടെ. അങ്ങനെ വരട്ടെ. അപ്പൊ എല്ലാ ആശംസകളും. ഇനി കുറച്ച് കഴിയുമ്പോൾ OTT വന്ന എനിക്ക് തോന്നുന്നു ചെറുതിനെ എടുത്ത് അമ്മാനെ ഇതിങ്ങനെ പോയിക്കൊണ്ടിരിക്കട്ടെ, അത് കൂടിക്കൊണ്ടിരിക്കട്ടെ. അപ്പം എല്ലാ ആശംസകളും. താങ്ക് യു സോ മച്ച്. താങ്ക് യു.